കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ്. ഈ ഭാരതമാതാവിൻ്റെ തലയിലെ ഏറ്റവും വലിയ പൊൻകിരീടമാണ് കാശ്മീർ. പ്രധാനമായും അവിടുത്തെ ജനതയുടെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാം തരം പൗരന്മാരായി പരിഗണിക്കപ്പെടുന്നു. അവർക്ക് മാന്യമായ രീതിയിലുള്ള പരിഗണനകൾ ലഭിക്കുന്നില്ല. POJKയിൽ 33 ലക്ഷം ജനങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വേണ്ട ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ 3 ആവശ്യങ്ങളും പാകിസ്ഥാൻ സർക്കാർ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവർ മടുത്ത് ഒരു രീതിയിലും ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ അവസ്ഥയിലാണ് അവർ ഇങ്ങനെയൊരു സമര പരിപാടിയായിട്ട് മുമ്പോട്ട് നീങ്ങിയത്. അവരെ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഈ പ്രശ്നത്തോട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം എന്താണ്? പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന, ഈവൻ ടിബറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളെ പോലും ഈ രാജ്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാവുന്നതല്ല. ഈ റാവൽകോട്ടും മുസാഫറാബാദും വിട്ടിട്ട് മറ്റ് നഗരങ്ങളിലേക്ക് അവരുടെ പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പല രാജ്യങ്ങളിലെയും പാകിസ്ഥാൻ എംബസിയുടെ മുന്നിൽ ഇവരുടെ പ്രതിനിധികൾ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ അതത് രാജ്യങ്ങളിലെ പത്രങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളുടെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അവരുടെ സർക്കാരിനോ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. രഞ്ജിത്ത്, ഇപ്പോൾ പാക് ഓക്യുപ്പൈഡ് ജമ്മു കാശ്മീരിൽ വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ അവിടെ ആക്രമണങ്ങൾ നടക്കുന്നു, ജനകീയ മുന്നേറ്റങ്ങൾ നടക്കുന്നു, പ്രശ്നങ്ങളൊന്നിന് പുറകെ ഒന്നായിട്ടാകുന്നു. ഇപ്പോൾ ഈ ആസാദ് കാശ്മീറും അതുപോലെ തന്നെ ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഒക്കെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വലിയ വിഷയങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണിത്. തീർച്ചയായും നമുക്ക് അറിയാൻ എന്നേ കാലങ്ങളായി പറയുന്നതാണ്, യഥാർത്ഥ പാകിസ്ഥാനിൽ ലഭിക്കുന്ന സൗകര്യങ്ങളൊന്നും ഈ ഓക്യുപ്പൈഡ് കാശ്മീർ ജമ്മു കാശ്മീരിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊരു രണ്ടാം തരം പൗരന്മാരായി മാറുന്നു എന്നൊരു വിഷയം വരുന്നുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളും കിടക്കുന്നുണ്ട്. അവിടെ ഈ സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യം നേരെ ഒരു സംസാരിച്ചതുപോലെയൊക്കെ സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. അതിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു വിപ്ലവമാണോ അവിടെ നടക്കുന്നത്? പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന കാശ്മീർ, പാക് ഓക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ POJK, അവിടെയാണ് നിലവിൽ ഈ അതിക്രമങ്ങളും പട്ടാളത്തിൻ്റെ വെടിവെപ്പും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കാശ്മീരിൻ്റെ 3 ഭാഗം ഇന്ത്യക്ക് പുറത്താണ്, 3ആയി മുറിച്ചിരിക്കുക. അതായത് ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. POJK ആ ഭാഗം, അവിടെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു ഭാഗം ആക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശമാണ്, അത് ചൈനയുടെ കയ്യിലാണ്. ഇത്രയും പ്രദേശങ്ങൾക്ക് ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. ഈ POJKയിൽ പ്രശ്നം അത് അവിടെയാണ് ഈ പട്ടാളം, പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ചിട്ട് 27 പേര് മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ പ്രദേശത്തെ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന JAAC എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന രൂപം കൊണ്ടത് 1980-കളിലോ മറ്റോ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത്, ഇതിനു മുൻപ് പലപ്പോഴും അവർ അവിടുത്തെ ഗോതമ്പിൻ്റെ സബ്സിഡി ഇല്ലായ്മ, റെയിൽവേ ലൈൻ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബസ്സുകളില്ലാത്ത അവസ്ഥ, കറണ്ട് കിട്ടാത്ത അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ അവർ നിരവധി സമരങ്ങളും പ്രത്യക്ഷ സമരങ്ങളും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സംഘടന പല ആവശ്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. POJKയിൽ ഇപ്പോൾ ഈ വിഷയം കത്തിപ്പടരാനുള്ള കാരണം, ജൂൺ 5-ാം തീയതി അവരൊരു പ്രതിഷേധം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഈ പാകിസ്ഥാനി റേഞ്ചേഴ്സ് പട്ടാളക്കാർ അവർ വെടിവെച്ചപ്പോൾ ഒരാൾ, ഷഹസാദ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി. ഈ അതായത് ഒരു വ്യാപാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവരൊരു റാവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അതിന് ചുറ്റും ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ ധാരാളമായി തമ്പടിച്ചപ്പോൾ അവർ നിരവധി മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇതിന് ചുറ്റും കുറേ ഈ പാകിസ്ഥാനി റേഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ സമാധാനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് JAACക്കാർ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പറയുന്ന പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചത്. പക്ഷേ മുദ്രാവാക്യം മാത്രമേ വിളിച്ചുള്ളൂ എന്ന കാര്യത്തിൽ 2 കൂട്ടരും സമ്മതിക്കുന്നു. പക്ഷേ ഈ റേഞ്ചേഴ്സ് അവരുടെ നേരെ വെടിവെച്ചു. അങ്ങനെ 27 പേര് മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ഡോൺ മുതലായ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 3 പേര് മരിച്ചു, ഏതാണ്ട് 15ഓളം പേർക്ക് പരിക്ക്, 11 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ഇങ്ങനെയാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ യഥാർത്ഥ പ്രശ്നം
ഈ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന മറ്റേ പ്രദേശത്ത് ഈ ജൂൺ 7-ാം തീയതി ആയിരുന്നു പാകിസ്ഥാൻ നടത്തിയ പേരിന് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ജൂൺ 7-ാം തീയതി ആയിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഭാരതം അവർക്ക് നൽകുകയുണ്ടായി. ഈ POJKയിലെ ഇലക്ഷൻ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഇലക്ഷൻ ജൂലൈ 27-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നത്തിൻ്റെയും മൂലകാരണം. അവിടെ ഒരു പ്രാദേശിക അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ അസംബ്ലിയിൽ 53 സീറ്റാണുള്ളത്. അതിൽ 45 സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 8 സീറ്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന, പാകിസ്ഥാൻ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ, ക്രിക്കറ്റ് കളിക്കാർ, എഴുത്തുകാർ, ഉലമാക്കൾ, മതപണ്ഡിതർ, അങ്ങനെയുള്ള കുറേ ആളുകളെ 8 പേരെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവർക്കും വോട്ടവകാശമൊക്കെ ഉണ്ട് നിയമസഭയിൽ. ബാക്കി 45 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 45 സീറ്റിൽ 12 സീറ്റുകൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാശ്മീരിൽ നിന്നോ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിരിക്കുന്ന അഭയാർത്ഥികളുണ്ടല്ലോ പാകിസ്ഥാനിലെ, ആ അഭയാർത്ഥികൾക്കുള്ള സീറ്റാണ്. POJKയിലെ ജനങ്ങൾക്ക് ഇതിനകത്തുള്ള പ്രശ്നം, POJKയിൽ 33 ലക്ഷം ജനങ്ങളുണ്ട്. അവർക്ക് ആകെയുള്ളത് 33 സീറ്റാണ്. 34 ലക്ഷം ജനങ്ങളുണ്ട്, 33 സീറ്റാണുള്ളത്. അപ്പോൾ ഏതാണ്ട് 1 ലക്ഷം വോട്ടിന് മുകളിൽ, അല്ലെങ്കിൽ 1 ലക്ഷം പേർക്ക് ഒരു സീറ്റ് എന്നുള്ള നിലയിലാണ്, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് വരുന്നത്. ബാക്കി 12 സീറ്റ്, ഈ 12 സീറ്റിലേക്ക് വോട്ട് ചെയ്യുന്നത് 4.36 ലക്ഷം, 4 ലക്ഷം പോലും ഇല്ല, 4.36 ലക്ഷം പേരാണ്. ഈ 4 ലക്ഷം പേര് 12 സീറ്റിലേക്കാവുമ്പോൾ ഏതാണ്ട് 36,000 പേരാണ്. 36,000 പേർക്ക് ഒരു ജനപ്രതിനിധി എന്ന രീതിയിലാണ്. അപ്പോൾ ഈ വാല്യൂ തമ്മിലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരിൽ നിന്ന് അവിടേക്ക് കുടിയേറി പാർത്ത ആളുകൾ ആരും തന്നെ POJKയിൽ, പാക് അധിനിവേശ കാശ്മീരിൽ താമസിക്കുന്നില്ല. ഇവരെല്ലാവരും പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിലേക്ക് പോയി അവിടുത്തെ ജനവിഭാഗങ്ങളുമായിട്ട് ചേർന്ന് അവിടെ അങ്ങ് താമസിക്കുകയാണ്. അപ്പോൾ ഈ 12 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരാണോ പാകിസ്ഥാൻ ഭരിക്കുന്നത്, ആ ഭരിക്കുന്ന ആളുകളുടെ പിണിയാളുകളായിരിക്കും ജയിച്ചു വരിക. അപ്പോൾ അസംബ്ലിയിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ താല്പര്യങ്ങളാണ് നടപ്പിലാക്കുക. പാക് അധിനിവേശ കാശ്മീരിൽ നിരവധി നദികൾ ഒഴുകുന്നുണ്ട്. അവിടെ നിരവധി അണക്കെട്ടുകളുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ അവിടെ ഇലക്ട്രിസിറ്റിക്ക് യാതൊരു സബ്സിഡിയില്ല, ഇലക്ട്രിസിറ്റി തന്നെ ഇല്ല. പല സ്ഥലങ്ങളിലും കറണ്ട് കണക്ഷൻ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, റേഷൻ സംവിധാനം കൃത്യമായിട്ടല്ല, റോഡുകളൊന്നുമില്ല, റെയിൽവേ ഇല്ല, റോഡുകൾ നവീകരിച്ചിട്ടില്ല. അവിടെ മിർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിമാനത്താവളം വേണമെന്നൊരു ആവശ്യമുണ്ട്. ഈ ആവശ്യം വർഷങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ സർക്കാർ ഇത് കേട്ടമട്ട് കാണിക്കുന്നില്ല. ഇങ്ങനെ നിരവധി സാധാരണ ജനങ്ങൾക്ക് വേണ്ട ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ 3 ആവശ്യങ്ങളും പാകിസ്ഥാൻ സർക്കാർ ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവർ മടുത്ത് ഒരു രീതിയിലും ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ അവസ്ഥയിലാണ് അവർ ഇങ്ങനെയൊരു സമര പരിപാടിയായിട്ട് മുമ്പോട്ട് നീങ്ങിയത്. അവരെ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രധാനമായും അവിടുത്തെ ജനതയുടെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു 2ാം തരം പൗരന്മാരായി പരിഗണിക്കപ്പെടുന്നു. അവർക്ക് മാന്യമായ രീതിയിലുള്ള പരിഗണനകൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉയർത്തുന്ന വിഷയവും അത് തന്നെയാണ്. ഈ പ്രശ്നത്തോട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം എന്താണ്? പാകിസ്ഥാൻ ഗവൺമെൻറ്, പാകിസ്ഥാനിലെ മുഖ്യധാര രാഷ്ട്രീയക്കാർ ഈ മുഹാജിർ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് അതൊരു അറബി ടേമാണ്, ഉറുദു ടേമാണ്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അഭയാർത്ഥികളെ, പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാരെ അവർ കളിയാക്കി വിളിക്കുന്ന ആ ഒരു അവഹേളന പദമാണ് മുഹാജിർ. അതിന് എന്തോ ഒരു അർത്ഥമൊക്കെ ഉണ്ട്. അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു അർത്ഥവും അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഈ വളരെ അവഹേളന പദമായിട്ടാണ് അവർക്ക് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയ അഭയാർത്ഥികൾക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അവഹേളിക്കാൻ വേണ്ടി തന്നെ വിളിക്കുന്നതാണ്. ചില സിനിമകളിലൊക്കെ മുഹാജിർ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന പൗരന്മാരെ, ഇന്നവർ പാകിസ്ഥാനികളാണ്, അവരെ വിളിക്കുന്നത് മുഹാജിറുകളെന്നാണ്. ഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന, പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന, ഈവൻ ടിബറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളെ പോലും ഈ രാജ്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാവുന്നതല്ലേ. ആ അവസ്ഥയിലാണ് ഈ മുഹാജിറുകൾ എപ്പോഴും. പണ്ടറിയാമല്ലോ, MQM എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, മുഹാജിർ ക്വാമി മൂവ്മെൻറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ MQM അവിടെ ഒരു രീതിയിലും ഈ 2ാം കിട പൗരന്മാരായിട്ടുള്ള ഈ നിരന്തരമുള്ള അടിച്ചമർത്തൽ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് അവർ നാട് നീളെ ബോംബ് വെക്കാൻ തുടങ്ങി. അതെ അതെ.
ഒരു വലിയ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് മാറുകയും പിന്നീട് അത് അടിച്ചമർത്തപ്പെടുകയും ആ മൂവ്മെൻറ്റ് തന്നെ ഇല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ കാരണം ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിനും ഒരു പരിധി കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റേറ്റിനോട് ഏറ്റുമുട്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് എത്ര ന്യായമുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റിനോട് ഏറ്റുമുട്ടി നിലനിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം അവിടെയുണ്ട്. പാകിസ്ഥാനിലെ അവിടുത്തെ സ്ഥിരതാമസക്കാരായിരുന്ന ജനങ്ങൾ ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ടുള്ള ആളുകളെ, അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണെങ്കിലും പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിലാണെങ്കിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചെന്നിരിക്കുന്ന ആളുകളാണ് ഈ മെയിൻ ലാൻഡിലുള്ളവർ. കാശ്മീരിൽ നിന്ന് ചെന്നിരിക്കുന്ന ആളുകൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലേക്കും പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഇവരെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കരുതുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. നിരവധി ആളുകൾ അതിനെ സംബന്ധിച്ച് പല ലേഖനങ്ങളൊക്കെ എഴുതുകയും പല ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരും ഇംഗ്ലീഷ് സഞ്ചാരികളും വിദേശ സഞ്ചാരികളും ഒക്കെ ഈ വിഷയം കൃത്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഇടപെടലുകൾ, അത്തരത്തിലാണ് ഒരു അന്താരാഷ്ട്ര മാനവിക സംവിധാനങ്ങളൊക്കെ ഇടപെടുന്ന രീതി ഉണ്ടായിട്ട് പോലും ഇത് ലോകത്തിൻ്റെ മുന്നിൽ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ലോകത്തിന് മുമ്പിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഈ അതിക്രമം, അതിനകത്ത് 27 പേര് മരിക്കുകയും 100-ൽ പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളത് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അൽ ജസീറ നോക്കിയാൽ, BBC നോക്കിയാൽ, CNN നോക്കിയാൽ, പാകിസ്ഥാനിലെ പത്രങ്ങൾ ഒഴികെ ബാക്കി എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ കാര്യം വിട്ടേക്കും. ബംഗ്ലാദേശിലെ പത്രങ്ങൾ പോലും ഈ കാര്യങ്ങൾ പാകിസ്ഥാനിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെത്ത് ടോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ഇതിനകത്ത് ഏറ്റവും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റോൾ എടുത്തിരിക്കുന്നത്. 30 പാർലമെൻറ്റേറിയന്മാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു പ്രമേയം അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിനോട് ഈ 30 പാർലമെൻറ്റേറിയന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും. പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായിട്ട് വരുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ, നേരത്തെ ബലൂചിസ്ഥാനിൽ, സിന്ധിൽ ഒക്കെ വന്നിരുന്ന ആ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലേക്കും കടന്നിരിക്കുകയാണെന്നും അവിടുത്തെ ജനങ്ങളുടെ ഈ ബ്ലാക്ക് ഔട്ട്, അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിട്ട് 24 hours 48 hours അങ്ങനെയൊന്നും ഇല്ല, 24 days 48 days ഇങ്ങനെയൊക്കെയാണ് ഈ ഡിസ്കണക്ഷൻ പോകുന്നത്. ഈ ജനങ്ങളെ ലോകത്ത് നിന്ന് വിച്ഛേദിച്ചിട്ട് അവരെ ഒരു കൂട്ടിനെ തടച്ചതുപോലെയാണ്. അല്ലാതെ തന്നെ പാകിസ്ഥാൻ തന്നെ ഒരു കൂട്ടിനെ തടച്ച അവസ്ഥയിലാണ്. ആ കൂട്ടിനകത്ത് മറ്റൊരു കൂടുണ്ടാക്കി അടച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനത. പിന്നെ മറ്റു രാജ്യം, യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അവരുടെ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങൾ UN ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വിവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനത അവർ പല രാജ്യങ്ങളിൽ ആയിട്ട് അവർ താമസിക്കുന്നുണ്ട്. അതത് രാജ്യങ്ങളിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള, കാരണം പല രാജ്യങ്ങളിലെയും പാകിസ്ഥാൻ എംബസിയുടെ മുന്നിൽ ഇവരുടെ പ്രതിനിധികൾ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ അതത് രാജ്യങ്ങളിലെ പത്രങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളുടെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അവരുടെ സർക്കാരിനോ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഭാരതത്തിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു, പ്രത്യേക സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞു, ഭാരതം എന്ന മെയിൻ ലാൻഡിനോട് ചേർന്നു. അതുപോലെ അവിടെ ഒരു മെയിൻ ലൈനിനോട് ചേരുകയാണോ അതോ ഭാരതം എന്ന മെയിൻ ലൈനിനോട് ചേരുകയാണോ POJKയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനപ്പെടുക? അസന്നിഗ്ധമായി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ്. ഈ ഭാരതമാതാവിൻ്റെ തലയിലെ ഏറ്റവും വലിയ പൊൻകിരീടമാണ് കാശ്മീർ. ഇതിൽ പാകിസ്ഥാനിക്ക് യാതൊരു റോളുമില്ല. കാശ്മീർ ഇന്ത്യൻ മണ്ണാണ്. ഇതിൽ ചൈനക്കാരനോ പാകിസ്ഥാനിക്കോ ഒരു മൂന്നാം കക്ഷിക്കോ കാശ്മീരിൻ്റെ വിഷയത്തിൽ യാതൊരു റോളുമില്ല. അത് ഭാരതം പലതവണ അന്താരാഷ്ട്ര വേദികളിൽ പലതവണ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ളതാണ്. നാളെയും ഏതു സർക്കാർ ഭാരതത്തിൽ വന്നാലും ഈ വിഷയത്തിൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാനുള്ളൊരു യാതൊരു സാധ്യതയുമില്ല. ഇവിടെ നിന്ന് അവർ ബലമായി പിടിച്ചെടുത്തതാണ്, അല്ലാതെ ഈ കാശ്മീരിൽ അവിടെയൊക്കെ പോയി ചേർന്നതല്ല. അവിടുത്തെ റാലികളുടെയൊക്കെ വീഡിയോ ക്ലിപ്പിങ്സ് അവൈലബിളാണ്. അൽ ജസീറ പരിശോധിച്ചാൽ തന്നെ ലഭിക്കും. ഇന്ത്യൻ മാധ്യമങ്ങളിലുണ്ട്. അപ്പം ആ റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ റാവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മുസഫറാബാദിൽ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിൽ ഈ റാവൽകോട്ടും മുസഫറാബാദും വിട്ടിട്ട് മറ്റ് നഗരങ്ങളിലേക്ക് അവരുടെ പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷത്തിലേക്കായിരിക്കും പോകുന്നത്. സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന കാശ്മീരിലെ ജനങ്ങൾക്ക്
ആ രാജ്യത്തു നിന്ന് വിടുതൽ നേടി ഭാരതത്തിനോട് ചേരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഭാരതത്തെ പലപ്പോഴും പ്രൈസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ബലൂചിസ്ഥാൻ ശരിക്കും ഇന്ത്യയോട് ചേരേണ്ട ഒരു രാജ്യമായിരുന്നു. ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് അത് മറ്റു പല സാഹചര്യങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ള ചില ആളുകളുടെയൊക്കെ കുത്തിത്തിരിപ്പൊക്കെ കൊണ്ടാണ് അത് പാകിസ്ഥാനോടൊപ്പം ചേർന്നത്. അത് മറ്റൊരു വിഷയമാണ്. അതേപോലെ നാളെ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ ഭാരതത്തിനോടൊപ്പം ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പഴയൊരു പ്രതാപത്തിലേക്ക് കാശ്മീരിനും കാശ്മീരിലെ ജനങ്ങൾക്കും തിരിച്ചു പോകാൻ പറ്റും.